Hi friends, welcome back to my channel. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ യൂട്യൂബിൽ ചാനലൊക്കെ ഉള്ളവർ ഈ തമ്പനെയിൽ ഇടുന്നതിനെക്കുറിച്ച് ഭയങ്കര കൺസേൺ ആയിരിക്കും, ഒരു പരിധി വരെ, എല്ലാവരും എല്ലാം കുറച്ച് പേര്. അപ്പോൾ എങ്ങനെ നമുക്കൊരു നല്ല തമ്പനെയിൽ ഓൺലൈനായിട്ട് ടൂൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് അത് ചെയ്ത് കാണിച്ചു തരാം. ഒരു സൈറ്റ് വഴി ക്യാൻവ എന്നൊരു സൈറ്റ് ഉണ്ട്, അതിൽ നമുക്ക് ചെയ്യാം. ജസ്റ്റ് അപ്പം സൈറ്റിലെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നേരെ നോക്കിക്കോ. സൈറ്റ് ഞാൻ എടുക്കട്ടെ. സൈറ്റ് എടുത്തു. ഇതാണ് സൈറ്റ് ക്യാൻവ. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഇങ്ങനെ ക്യാൻവ സെർച്ച് ചെയ്യുക. ഇപ്പോൾ canva.com അതിലേക്ക് പോവുക. ഞാൻ ഓൾറെഡി ലോഗിനാണ്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ജസ്റ്റ് സൈനപ്പ് ചെയ്യുക. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, സൈനപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇതുണ്ട്, നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യുക. യൂട്യൂബ് തമ്പനെയിൽ ഇതുണ്ടോ, സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് തമ്പനെയിൽ വരും. അപ്പോൾ ബേസിക്കായിട്ട് ഫസ്റ്റ് ടൈം വരുന്നവർ ഇതിനെ കുറച്ച് നോക്കുന്നതുകൊണ്ട് പഠിക്കുക. ഇതുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീം ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിസൈൻ തന്നെയാണ് സാധനം. അപ്പോൾ ഇതാ ഇവിടെ സംഭവം നമ്പേഴ്സൊക്കെ വേണം മാറ്റാം. ഇതുണ്ടോ, വളരെ ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു ഡിസൈൻ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് കളർ വേണം മാറ്റാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാം, കളയാം, എഡിറ്റ് ചെയ്യാം, എന്തുകൊണ്ട് ചെയ്യാം. നമുക്ക് ടെംപ്ലേറ്റ് പോലെ വന്നിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ചാൽ മതി, തിരിച്ച് ഇതെല്ലാം വന്നോളും. അപ്പോൾ നമുക്ക് ഈ പുറകിലത്തെ ഇമേജ് മാറ്റിയിട്ട് വേറൊരു പടം വന്നെങ്കിൽ നേരെ ഇതിങ്ങ് എടുക്കുക, പുറകിലെ ഇമേജ്. ഇതിപ്പോൾ ഫ്രണ്ടിലല്ല വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് പൊസിഷനിങ് ഒരു ഓപ്ഷനുണ്ട്. ഇത് വാട്ടർമാർക്കുള്ളതാണ്. കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് പുറകോട്ടിടാം. പൊസിഷൻ എന്ന് കൊടുത്ത് ഇച്ചിരി ചെറുതാക്കണം. ഓക്കെ, ഇത് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തീമാണ്. ഇമേജ് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡിൽ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റാണ് കുറച്ച് മുന്നേ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് ഇപ്പോൾ ഞാനത് ഉപയോഗിച്ചൊരു ഇമേജാണ് ഇടുന്ന കാര്യം. ഇതാ, പിന്നെ ഈ ഇമേജിന് നമുക്ക് വേണ്ടത് പുറകോട്ടും ഉണ്ടാകാം, ബാക്ക്വേഡ്. അപ്പോൾ ഇതിൻ്റെ പുറകില്ല ഇമേജ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് വർക്കൗട്ടാകും. അതിൻ്റെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു ബാക്കിൽ വരുന്നുണ്ട്. നമുക്ക് ഈ പുറകിലെ ഇമേജ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഈ ഒരു സെക്ഷൻ ഇതിൻ്റെ പുറകിൽ പോകണം, അല്ലെങ്കിൽ ഇത് മുന്നിൽ പോകണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പം അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ വരുന്നുണ്ടോ, ഇത് ഞാൻ മൂവ് ചെയ്യും. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പൊസിഷൻ ബാക്ക്വേർഡും ഫോർവേഡും ആക്കും. ഫോർവേഡ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലായിട്ട് വരും. ബാക്ക്വേർഡായി ഇതിൻ്റെ ഇപ്പോൾ ഇത് ഫോർവേഡാണ്. ഈ പൊസിഷൻ വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം, ബാക്ക്വേർഡ്. അല്ല, ഇത്ര ഇതിനകത്ത് ബേസിക് ആയിട്ട് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം, എലമെൻറ്റ്സുകൾ യൂസ് ചെയ്യാം. ഇത് നമ്മൾ 1-2 തവണ ട്രൈ ചെയ്ത് നമ്മൾ പഠിക്കുക. അതിനുശേഷം തന്നെ ഈ ഒരു സാധനം ഇത് നമുക്ക് വേണം കളറും എല്ലാം കൊടുത്താൽ, അല്ലെങ്കിൽ ഇത് പുറകോട്ടാക്കി അതിവിടെ ഓപ്ഷൻ ഉണ്ട്, ടിക്കറ്റ് പൊസിഷൻ ഫോർവേഡ് അടിക്കുക. അപ്പോൾ ഇത് എഴുത്ത് ഇവിടുന്ന് പോകും. ഈ എഴുത്തില്ലേ അതിലൂടെ കൊണ്ടുപോയി വെച്ച് ഈ എസ് എന്നുള്ളതെടുത്ത് എസ്സിനെ എടുക്കുക, പൊസിഷൻ കൊടുക്കുക, ബാക്ക്വേർഡ് ആക്കുക. എസ്. ഇതാണ് ഇതിൻ്റെ ഈ ക്യാൻവ. ഇത് നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം. അത് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഉണ്ട്, ഇത് ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഇടാം. കൺട്രോൾ പ്രസ് ചെയ്ത് ഓടിച്ച് ഇങ്ങനെ ചെയ്താൽ മതി, ചെറുതാവും. കൺട്രോൾ സെറ്റ് അടിച്ച പുറകോട്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു തമ്പനെയിൽ ഡിസൈൻ ചെയ്യാം. നമുക്ക് വേണ്ട പോലെ ഡിസൈൻ ചെയ്യാം. ഇത് ഫ്രീ ആണ്, പെയ്ഡും ഉണ്ട്. പെയ്ഡിന് ചെറിയ പൈസ കൊടുത്താൽ പെയ്ഡ് ടൂളും കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ ടൂൾ യൂസ് ചെയ്യുക. നല്ലതാണ്, എല്ലാവരും പരമാവധി ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല ടൂളാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത് റിലേറ്റ് ചെയ്യുന്ന ഞാൻ ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ഡിജിറ്റൽ സൈഡിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.